ഇന്നലെ മകൻ സ്കൂളിൽ പോയി തിരിച്ചു വന്നതും അമ്മ അവനെ ഒന്ന് ഉപദേശിച്ചു. ഒരു A+ കുറഞ്ഞതിൻ്റെ പേരിൽ അവനെ ശകാരിച്ചു. അവനോട് പറഞ്ഞു, നീ ഡ്രസ്സ് മാറി എത്രയും വേഗം ഫുഡ് കഴിക്കുവാനായി വരണം. അവൻ വാതിലടച്ചു. കുറച്ചു സമയം കഴിഞ്ഞിട്ടും മകൻ പുറത്തേക്ക് വന്നില്ല. സമയം ഏറെ കഴിഞ്ഞ് അമ്മ വാതിൽ തുറന്നു നോക്കിയപ്പോൾ മകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നതാണ് കണ്ടത്. നമ്മുടെ മക്കളുടെ താരന്തുകൾ മനസ്സിലാക്കാതെ ചില കുറവുകൾ മാത്രം കാണുമ്പോൾ അവരെ നിർദാക്ഷിണ്യം ശകാരിക്കുകയും അവർക്ക് ആവശ്യമില്ലാത്ത ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്ക് ഇതൊരു അനുഭവമാണ്. ഇതുപോലെ റിസൾട്ട് വരുമ്പോൾ അവരെ ശകാരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ വഴക്കു പറയുന്നതിലൂടെ മക്കൾ അകാലമായി എന്നേക്കുമായി അവരുടെ ജീവിതം ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെടുന്ന എത്ര അനുഭവമാണ് കഴിഞ്ഞ ദിനങ്ങളിൽ ഉണ്ടായത്. ഓർക്കുക, മക്കളെ കൊണ്ട് നാം സമൂഹത്തിൽ, കുടുംബത്തിൽ പ്രസ്റ്റേജിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അഭിമാനമെന്ന് പറഞ്ഞ് അവരെ ഇല്ലാത്ത ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ, അർഹിക്കാത്ത വിജയങ്ങൾക്ക് വേണ്ടി അവരെ നിർബന്ധിക്കുമ്പോൾ നാം ഓർക്കുക, അവർ എന്നേക്കും നമ്മെ വിട്ട് പിരിഞ്ഞു പോകും. ജീവിതത്തിൽ എത്രയോ താലന്തുകൾ അവരുടെ ഉള്ളിലുള്ളപ്പോൾ അതിനെ ഒന്ന് പരിപോഷിപ്പിക്കുവാനും അവരെ മറ്റു മേഖലകളിലേക്ക് നീ സാരമില്ല, ഭാരപ്പെടേണ്ട, നിനക്ക് ഇനിയൊരു വിജയം സുനിശ്ചിതമാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടതിന് പകരം അവരെ ശകാരിക്കുമ്പോൾ അവർ എന്നേക്കുമായി നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെടുന്നു. ഓർക്കുക, ജീവിതം ഒരിക്കലേ ഉള്ളൂ. മക്കളെ നാശത്തിലേക്കല്ല അനുഗ്രഹത്തിലേക്കാണ് നാം കൈപിടിച്ച് ഉയർത്തേണ്ടത്. അതിനായി അവർ വിജയത്തിൽ അല്പം പരാജയപ്പെട്ടു പോയാലും മാർക്ക് കുറഞ്ഞാലും ശകാരിക്കാതെ സ്നേഹത്തോടെ സാന്ത്വനത്തോടെ കൂടെ ചേർക്കുക, കൂടെ നിർത്തുക. അവരെ നന്മയുടെ വഴികളിലേക്ക് അവരുടെ ഹൃദയ കവാടങ്ങൾ തുറന്നു കൊടുത്ത് അവരെ നമ്മുടെ ഒപ്പം നിർത്തി അനുഗ്രഹത്തിൻ്റെ വഴികളിലൂടെ നടത്താം. അതാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിനവും ഓരോ മാതാപിതാക്കളുടെയും ഓരോ ഗുരുനാഥൻ്റെയും കടമയും കർത്തവ്യവും അതായിരിക്കണം.